സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അടുത്ത പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കുക. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. തന്നിരിക്കുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ഗദ്ദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. അനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ഇത് ഏതൊക്കെ വർഷങ്ങളിലായിട്ടാണ് നടന്നത്? റൗലറ്റ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? റൗലറ്റ് നിയമം 1919. 1919. ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? ഗദ്ദർ പാർട്ടി 1913. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതോ 1916. ഇനി CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ഏതാണ്? 1923. ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്. BCAD. ഓപ്ഷൻ ഡി. ഈ വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. റൗലറ്റ് നിയമം പാസാക്കിയ വർഷം 1919. ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം 1913. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായൺ, യുഗാന്തർ പാർട്ടി അജിത് സിംഗ്, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. എയും ഡിയും ശരിയായിട്ടുള്ള ജോഡിയാണ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ ശരിയാണ്. ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ് ശരിയാണ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ്, സുഭാഷ് ചന്ദ്രബോസ്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ്? ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആരംഭിച്ചത്. ഇനി യുഗാന്തർ പാർട്ടി ആരംഭിച്ചത് ആരാണ്? യുഗാന്തർ പാർട്ടി അരബിന്ദോ ഘോഷ്, ഭരീന്ദ്ര കുമാർ എന്നിവരാണ്. അരബിന്ദ ഘോഷ്, ഭരീന്ദ്ര കുമാർ. ഓർത്ത് വയ്ക്കുക. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. യുഗാന്തർ പാർട്ടി ആരൊക്കെയാണ്? അരബിന്ദോ ഘോഷ്, ഭരീന്ദ്ര കുമാർ ഘോഷ്, അതുപോലെ ആസാദ് ഹിന്ദ് ഫൗജ്, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. അനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സമ്പാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. എയും സിയും ശരിയായിട്ടുള്ളതാണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ന്യൂ ഇന്ത്യ ആരുടേതാണ്? അനി ബസന്റിൻ്റെതാണ്. ന്യൂ ഇന്ത്യ, അനി ബസന്റ്. നവജീവൻ ആരുടെ പത്രമാണ്? നവജീവൻ ഗാന്ധിജിയുടെ, മഹാത്മാ ഗാന്ധിജിയുടെ പത്രമാണ് നവജീവൻ. ഇനി സമ്പാദ് കൗമുദിയോ? സമ്പാദ് കൗമുദി ആരുടേതാണ്? സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയുടേതാണ്. രാജാറാം മോഹൻ റോയുടേതാണ് സമ്പാദ് കൗമുദി. ഇതൊന്നും ഓർത്തു വയ്ക്കുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു, നവജീവൻ ഗാന്ധിജി, ന്യൂ ഇന്ത്യ അനി ബസന്റ്, സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്.
അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. മരണാനന്തര ബഹുമതിയായിട്ട് 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാ എന്നതാണ് ചോദ്യം. തെറ്റായിട്ടുള്ളത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ബിയും സിയും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പൊ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഏത് വർഷമാണ് ജനിച്ചത്? 1888 മക്കയില് മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത്. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രം ഇവിടെ തന്നിരിക്കുന്നു, അൽ അമൽ. അത് തെറ്റാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രസിദ്ധമായ പത്രങ്ങൾ ഏതൊക്കെയാണ്? അൽ ഹിലാൽ, അൽ ഹിലാൽ, അതുപോലെ അൽ ബലാഗ്, അൽ ബലാഗ്, ബലാഗ് എന്നിവ മൗലാന അബ്ദുൽ കലാം ആരംഭിച്ച പത്രങ്ങളാണ്. ഏതൊക്കെയാണ്? അൽ ഹിലാൽ, അൽ ബലാഗ്, അൽ ഹിലാൽ, അൽ ബലാഗ്. ഇനി സി എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ച വർഷം 1992 ആണ്. 1992. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ കൃതിയാണ്? അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ്. ശരിയാണ്. അപ്പൊ ഈ പോയിന്റ്സുകൾ പ്രത്യേകം ഒന്നുകൂടി നോട്ട് ചെയ്യുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. വർഷം 1888. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ 2 പത്രങ്ങളാണ് അൽ ഹിലാല്, അൽ ബലാഗ് എന്നിവ. ഇനി മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ച വർഷം 1992. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. തന്നിരിക്കുന്ന ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകൃതമായ വർഷം ഏതാണ്? 1936. 1936. ഇനി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം ഏതാണ്? 1943. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവിക ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയ വർഷം 1946. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. DABC. DABC. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകൃതമായ വർഷം 1936. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം 1943. നാവിക കലാപം 1946. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. അടുത്ത ചോദ്യം, 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? 2025. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവരൊന്നുമല്ല എന്നതാണ്. ഇവർ ഒന്നും അല്ല. അപ്പം ഈ പൊസിഷൻ വേക്കൻ്റ് ആണ്. ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പൊസിഷൻ വേക്കൻ്റ് ആണ്. ആരും ഇപ്പോൾ ഈ പൊസിഷനിൽ ഇല്ല. 2019 മെയ് മുതൽ 2019 മെയ് മുതൽ ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പൊസിഷൻ വേക്കൻ്റ് ആണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം, സ്വദേശ വിദേശ നയങ്ങളുടെ രൂപീകരണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. DAB. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ,
നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. അടുത്ത ചോദ്യം, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. 9ാമത്തേന്റെ ലക്ഷ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ബി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവുമാണ്. ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃതാസൂത്രണം 9ാം പഞ്ചവത്സര പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡി എ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ശരിയാണ്. ഇനി ബി എന്താണ് തെറ്റ്? ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ് ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ജാർഖണ്ഡ്. ഇനി ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചതോ? ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. റഷ്യയുടെ സഹായത്തോടെയാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. അപ്പൊ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ്. ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായം ജാർഖണ്ഡിലാണ്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത് റഷ്യയുടെ സഹായത്തോടെയാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ എവിടെയാണ്? ഒഡീഷയിലാണ് സ്ഥാപിച്ചത്. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എ, ബി, സി എന്നിവ തെറ്റാണ്. എ, ബി, സി തെറ്റാണ്. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥ പഠനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ശരിയാണ്. സൂര്യ ഗവേഷണം ബഹിരാകാശ കാലാവസ്ഥ പഠനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ശരി. ബഹിരാകാശ ദിനം, ദേശീയ ബഹിരാകാശ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 1975 ഏപ്രിൽ 19. മംഗൾയാൻ വിക്ഷേപിച്ചത് 2012 എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് വർഷമാണ്? 2013 മംഗൾയാൻ വിക്ഷേപിച്ചത്. 13 നവംബർ, ഡേറ്റ് നവംബർ 5. 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇപ്പൊ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥ പഠനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഗിൽ വിജയദിനം ജൂലൈ 16. തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970 ആണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം. എ, സി എന്നിവ. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
1972 ഇന്ദിരാഗാന്ധിയും സുൾഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ് ഷിംല കരാറിൽ ഒപ്പുവെച്ചത്. 1972 ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധിയും സുൾഫിക്കർ അലി ഭൂട്ടോയും. കാർഗിൽ വിജയദിനം എന്നാണ്. കാർഗിൽ വിജയദിനം ജൂലൈ 26 ജൂലൈ 26 കാർഗിൽ വിജയദിനം. ജൂലൈ 26. തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ശരിയാണ്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം 1966 ഒപ്പുവെച്ച തഷ്കൻ കരാറിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചതാരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇനി ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷം ഏതാണ്? 1971. 1971. അപ്പൊ സിംല കരാർ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരൊക്കെ തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ പാകിസ്ഥാൻ. ഒപ്പുവെച്ച വർഷം 1972. കാർഗിൽ വിജയദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 26. തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971. അടുത്ത ചോദ്യം, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ട രമണിയാണ്. ആർ വെങ്കിട്ട രമണി. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് എ ആണ്, ജ്ഞാനേഷ് കുമാർ. ഓപ്ഷൻ എ. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ഏത്? ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ബഹുമതികളാണ്. ബഹുമതികൾ നിർത്തലാക്കിയത് 18ാം വകുപ്പ് പ്രകാരം. 18ാം വകുപ്പ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റുവാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? മൗലിക അവകാശങ്ങൾ ഏതാണ്? US ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. US. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 51A ആണ്. 51A മൗലിക കടമകൾ. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ, സംസ്ഥാന, കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നിലവിൽ കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. ശരിയായവ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ശരിയാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം. ഗുജറാത്തോ? ഗുജറാത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനമാണ്. പടിഞ്ഞാറ്. അപ്പൊ നോക്കി വയ്ക്കുക. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. കിഴക്കേ അറ്റം അരുണാചൽ പ്രദേശാണ്.
പടിഞ്ഞാറ് ഗുജറാത്ത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്നവ ഏത്? സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. സിന്ധു നദി ഏത് കടലിലാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി 30 ഈസ്റ്റ് ആണ്. 82.5 ഡിഗ്രി 30 ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? 1911 വ്യോമഗതാഗതം ആരംഭിച്ചത് അലഹബാദ് മുതൽ നൈനി വരെയാണ്. അലഹബാദ് മുതൽ നൈനി വരെയാണ് 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏത്? വി.ഡി. സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം പറവൂരാണ്. പറവൂർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരനാണ്. ശ്രീ കെ മുരളീധരൻ. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം പറവൂർ. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മാത്രം. മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട് എന്നിവ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങളാണ്. ചീയപ്പാറ, തൊമ്മൻകുന്ന്, തൂവാനം, വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ എന്നിവ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ തന്നിരിക്കുന്നു. ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ എന്നിവ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1, 4 A.K. ആന്റണി, V.K. കൃഷ്ണമേനോൻ. A.K. ആന്റണി, V.K. കൃഷ്ണമേനോൻ. നാടുകാണിച്ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാടുകാണിച്ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാടുകാണിച്ചുരം. നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാടുകാണിച്ചുരം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ്. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു. മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രീ ഫേണിനെ ആനമുടിച്ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3 4 പ്രസ്താവനകളും ശരിയാണ്. മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. ശരി. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ എവിടെ കാണാം? സൈലന്റ് വാലിയിൽ കാണാം. ശരി. ട്രീ ഫേണിനെ ആലമുടിച്ചോലയിൽ കാണാം. ശരി. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശരി. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആര്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് എ കെ ബാലസുബ്രഹ്മണ്യനാണ്. എ കെ ബാലസുബ്രഹ്മണ്യൻ.
അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് AK ബാലസുബ്രഹ്മണ്യം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏത്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചതെന്നാണ്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് 1998 മെയ് 17 1998 മെയ് 17. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല. കടൽ തീരത്തിന്റെ നീളം കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? യശോദയും കൃഷ്ണനും. യശോദയും കൃഷ്ണനും 167.2 കോടി. ഡോക്ടർ സൈറസ് പൂനവാല. ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ആണ് യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം. ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് ഏത് വർഷം? 1792 മാർച്ച് 18. 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ആദ്യത്തേത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികൾ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പൻ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവ ശരിയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ മഹാത്ഭുതം വിശേഷിപ്പിച്ചത് ഗാന്ധിജി. പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടത്തിലാണ് നടന്നത്. ശരിയാണ്. ഇനി സവർണ ജാഥ നടത്തിയത് ആരാണ്? സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. പി ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, മന്നത്ത് പത്മനാഭൻ ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് സവർണ ജാഥ നടത്തിയത് എന്ന് കമന്റ് ചെയ്യുക. ഇനി കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. വേലുത്തമ്പി ദളവ. അടുത്ത ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? അമർത്യ സെൻ ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. ചേരുംപടി ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി. പ്രത്യക്ഷ രക്ഷാ ദേവസഭ, പൊയ്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ, അരയ സമാജം KP കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഒന്നും കൂടിയും, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, പൊയ്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ, അരയ സമാജം KP കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി നിലവിൽ AP അനിൽകുമാറാണ്. AP അനിൽകുമാർ കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി.
മഹാത്മാഗാന്ധി സർവകലാശാല അടുത്ത കാലത്ത് ഡി.ലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം മമ്മൂട്ടിയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല, മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ നൂതന പരിപാടി ഓപ്പറേഷൻ തൂഫാൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം 2000 ഒക്ടോബർ 17. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഫുട്ബോൾ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം വീയപുരമാണ്, വീയപുരം. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. ധമനി ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഈ പോയിന്റുകൾ ശരിയാണ്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡി ആണ്, വിറ്റാമിൻ ഡി. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, ഗിരിജ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൻ കാർസൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ഖാദർ വാലിയാണ്. ഓപ്ഷൻ സി, ഡോക്ടർ ഖാദർ വാലി. കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്, ബ്രസീൽ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ? ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണ്, പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം? പ്രകാശ വേഗത ശൂന്യതയിലാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ്. കൂട്ടത്തിൽ പെടാത്തത് തന്നിരിക്കുന്നു. ദൂരം, സ്ഥാനാന്തരം, സമയം, മാസ്. സ്ഥാനാന്തരം. അലൂമിനിയത്തിന്റെ അയിര്? ബോക്സൈറ്റ് എന്തിൻ്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം? ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം? ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ഏതൊക്കെ രാജ്യങ്ങളുടേതാണ്? നാസ, ISRO. നാസയുടെയും ISROയുടെയും സംയുക്ത ദൗത്യമാണ് നിസാർ. ഏതൊക്കെ ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നാസ, ISRO. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡെങ്കിപ്പനി കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക ഈഡിസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് കൊതുക്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ
സാധ്യതയില്ലാത്ത രോഗം ചിക്കൻ പോക്സ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം തന്നിരിക്കുന്നു. പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം, മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? അമിതമായ ഉപ്പിന്റെ ഉപയോഗം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അമിതമായി ഉപ്പ് കഴിക്കുക. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലൗഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE ആണ്. ഓപ്ഷൻ ബി, UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൗലറി ആണ്. നെഗ്ലേറിയ ഫൗലറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഓപ്ഷൻ ഡി ആണ്, കോൾഡ്രീവ് സിറപ്പ്. ഇനി വരുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, -50. 82ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 42. 83ാമത്തെ ചോദ്യം 83 ഓപ്ഷൻ സി 125. 84ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം 13 മീറ്റർ. 85 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 87ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 33. 88ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം 720. 89ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 14 സെക്കൻഡ്. 91 ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 92 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 45. 93 ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. 94ാമത്തെ ചോദ്യം 94 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 95 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 96ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 97ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി 98 ഉത്തരം ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ ബി. അവസാനത്തെ ചോദ്യം 100ാമത്തേത് ഉത്തരം ഓപ്ഷൻ എ ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.